നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി നോക്കാം. ലൈവ് ബൈറ്റ് 6 ആദ്യം പ്രധാന വാർത്തകൾ. യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ കൊൽക്കത്തയിൽ വൻ പ്രതിഷേധം. തെരുവിലിറങ്ങി പ്രതിഷേധിച്ച ആയിരങ്ങൾ. നീതി വേണമെന്ന് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം. സ്വമേധയാ കേസെടുത്ത് സുപ്രീം കോടതി. ആർജിക്കർ ആശുപത്രിയിൽ സിബിഐ സംഘം പരിശോധന നടത്തുന്നു. പാലക്കാട് പലിശ സംഘം കെഎസ്ആർടിസി കണ്ടക്ടറെ മർദ്ദിച്ചു കൊന്നു. ചികിത്സയിലിരിക്കെ മരിച്ചത് കുഴൽമന്ദം സ്വദേശി മനോജ്. വയനാട് ഉരുൾപൊട്ടലിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18. സെക്കൻഡുകൾക്കുള്ളിലെല്ലാം തകർത്തെറിഞ്ഞ് മലവെള്ളപ്പാച്ചിൽ. ഇനി കണ്ടെത്താനുള്ളത് 119 പേരെ. അർജുനായുള്ള തിരച്ചിലിൽ അനിശ്ചിതത്വം. ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ തീരുമാനമായില്ല. ചെലവ് വഹിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് പരിമിതിയുണ്ടെന്ന് കലക്ടർ. നാളെ ബംഗളൂരുവിൽ ഉന്നതതല യോഗം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ജാർഖണ്ഡിൽ രാഷ്ട്രീയ നാടകം. ജെഎംഎം നേതാവ് ചമ്പൈ സോറൻ ബിജെപിയിലേക്കെന്ന് സൂചന. 6 എംഎൽഎമാരുമായി മുൻ മുഖ്യമന്ത്രി ഡൽഹിയിൽ. നിഷേധിച്ച ചമ്പൈ സോറൻ. മുല്ലപ്പെരിയാർ ഡാം ഭീതി പടർത്തുന്നുവെന്ന് സുരേഷ് ഗോപി. ഡാം പൊട്ടിയാൽ ആരുത്തരം പറയുമെന്ന് ചോദ്യം. നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാനാവില്ലെന്നും കേന്ദ്രമന്ത്രി. ഇടിമുഴക്കം പോലെയാണ് അത് നിൽക്കുന്നത്. പൊട്ടിയാൽ ആരുത്തരം പറയും? കോടതികൾ ഉത്തരം പറയും. കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന ഒരവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയുന്നു. എന്താണ് ഇതിന്റെ ഒരു അനിതര ഫലം, അനന്തര ഫലം? നമുക്കിനി സാധിക്കില്ല. സംസ്ഥാനത്ത് മഴ തീവ്രമാകുമെന്ന് മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തെക്കൻ കേരളത്തിൽ നാളെ മഴ കനക്കും. വിശദമായി നോക്കാം. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് സുപ്രീം കോടതിയിൽ. സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ചൊവ്വാഴ്ച പരിഗണിക്കും. അതേസമയം ആർജിക്കർ ആശുപത്രിയിൽ സിബിഐ പരിശോധന നടക്കുകയാണ്. 3D സ്കാനിംഗ് ചെയ്യുന്നു. ഡോക്ടർ മരിച്ച മുറി ഡിജിറ്റൽ സ്കാൻ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നടപടി. ആർജിക്കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സിബിഐ വീണ്ടും ചോദ്യം ചെയ്യുന്നുമുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് കൊൽക്കത്ത സാൾട്ടിലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കാനിരുന്ന ഡ്യൂറൻ കപ്പ് മത്സരം മാറ്റിവെച്ചു. സ്റ്റേഡിയത്തിന് മുന്നിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. സുബി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും. സുബി, ഇപ്പോൾ സംഭവിച്ച ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് കൊൽക്കത്തയിലെ നിഷ്ഠൂര സംഭവത്തിന് പിന്നാലെ. എപ്പോഴത്തേക്ക് കോടതി ഇത് പരിഗണിക്കും? നിലവിലെ ഒരു സാഹചര്യം എന്താണ്? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ സുബി? ഭവ്യ, രാജ്യം സമീപകാലത്ത് കണ്ട ഏറ്റവും നിഷ്ഠൂരമായ ബലാത്സംഗ കൊലയിൽ സുപ്രീം കോടതി കേസെടുത്തിരിക്കുകയാണ്. സ്വമേധയാ ആണ് സുപ്രീം കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുക. അടുത്ത ചൊവ്വാഴ്ച ഇത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പരിഗണിക്കും എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. വലിയ തോതിലുള്ള അക്രമമാണ് ഇപ്പോൾ, വലിയ തോതിലുള്ള പ്രതിഷേധമാണ് കൊൽക്കത്തയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള പ്രതികരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
അതായത് ഡുറൻഡോ കപ്പ് കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കാനിരുന്ന ഡുറൻഡ് കപ്പ് ടൂർണമെന്റ് മാറ്റിവെച്ചു. ഇതിനെതിരെ ഈ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ കപ്പ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലായിരുന്നു മത്സരം നടക്കേണ്ടിയിരുന്നത്. അതാണ് മാറ്റിവെച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നീതി, അതായത് പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധക്കാർ ഈ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുമ്പിൽ പ്രതിഷേധവുമായി എത്തിയത്. ഒപ്പം തന്നെ പോലീസും ഉണ്ടായിരുന്നു. പോലീസ് ആദ്യം ലാത്തിചാർജ് നടത്തിയെങ്കിലും വലിയ തോതിലുള്ള പ്രതിഷേധക്കാരെ അമർച്ച ചെയ്യാൻ ഇനിയും സാധിച്ചിട്ടില്ല. ഇപ്പോഴും സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുമ്പിൽ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് രാജ്യമെമ്പാകെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഇതിന്റെ സാഹചര്യത്തിൽ ഈ രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളിലും ക്രമസമാധാന നില പരുങ്ങലിലാകുന്നു എന്നൊരു സംശയം ആഭ്യന്തര മന്ത്രാലയത്തിനുണ്ടായി. ഇതിനെ തുടർന്ന് 2 മണിക്കൂർ വീതം രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലെയും ക്രമസമാധാന നില സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ ഈ കേസിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. CBI ഇപ്പോൾ ഈ ആശുപത്രിയുടെ 3D മാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ മാപ്പിംഗ്, ഈ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട മുറി ഡിജിറ്റൽ മാപ്പിംഗ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 3D പരിശോധന CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ രാവിലെയാണ് CBI വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുന്നു. മൂന്നാമത്തെ തവണയാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്യൽ നീണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം ഈ കേസിൽ അറസ്റ്റിലായ സഞ്ജയ് റായിയെ നുണ പരിശോധന നടത്താനും ഒരുക്കമാണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും കൊൽക്കത്തയിൽ പ്രതിഷേധം ഇരമ്പിയാർക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ വൈകുന്നേരവും നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ശരി, സുബി വിശ്വനാഥനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നീതി വേണമെന്ന് ഡോക്ടറുടെ കുടുംബവും ആവശ്യപ്പെട്ടു. ആ കുടുംബത്തിന്റെ പ്രതികരണത്തിലേക്ക്. এটা তো আশা রাখতেই হবে, আশাই তো বাঁচবো। আমার তো সবই চলে গেছে, কিছুই হারানোর নেই, সব হারিয়ে ফেলেছি, এখন আশা নিয়েই বাঁচবো। আর স্টেট গভর্নমেন্ট যে বলছে কি কলকাতা পুলিশ ভালো কাজ করেছে, সেটা নিয়ে কি বলবেন? একটু ভালো কাজ করেনি, এমনকি এখন আমাদের সিএম যাতে প্রতিবাদটা বন্ধ করার চেষ্টা করছেন। আমার মনে হচ্ছে আজকে 144 ধারা জারি করে দিয়েছেন এখানে, যাতে মানুষ প্রতিবাদ করতে না পারে। উনি আমাদের সঙ্গে কোনো সহযোগিতা করেননি, বরং কেসটা পুরো যাতে তাড়াতাড়ি করে মিটিয়ে দেওয়া যায় সেই চেষ্টাই করছিলেন। যেরকম তাড়াতাড়ি পোস্টমর্টম হয়ে যাবে, তাড়াতাড়ি বডি নিয়ে পুড়িয়ে দেবেন, এরকম চেষ্টা করছিলেন। एकदम हम लोग का डिपार्टमेंट का कोई नहीं और कॉलेज का कोई हमारा साथ कोऑपरेट नहीं किया। पहले से तो हम ये बोल रहा है, यही तो दिक्कत है हम लोगों का। जो डिपार्टमेंट पूरा इसलिए इन्वॉल्व है इसमें। प्रिंसिपल तो हम तो क्या बोला, हम उसको जरूरत पड़ा, उन्होंने बोलता है उसको हम लोग हमारा ऑफिस में बुलाओ, हम नहीं जा सकते। बाद में उन्होंने आया था लेकिन हम लोगों से बात नहीं किया। सीपी थोड़ा हमको क्या बोले मलहम लगाना जो है ना, वैसे ही कर रहा था। हम तो जब कंपनसेशन के बारे में बोला है, हम लोग दोषी का सजा मिलने के बाद जाएंगे आपका पास और कंपनसेशन के बारे में उस टाइम में बात होगा। പശ്ചിമ ബംഗാളിന് പിന്നാലെ ബംഗളൂരുവിലും യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം. ബൈക്കിൽ ലിഫ്റ്റ് തന്നയാൾ യുവതിയെ പീഡിപ്പിച്ചു. യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ്. എയർ ഇന്ത്യ എയർ ഹോസ്റ്റസിന് നേരെ ലണ്ടനിൽ അതിക്രമം. ഉറങ്ങിക്കിടന്ന ഹോട്ടൽ മുറിയിലേക്ക് നൈജീരിയൻ സ്വദേശി അതിക്രമിച്ചു കടക്കുകയായിരുന്നു. യുവതി ബഹളം വെച്ചതോടെ അടുത്തുള്ള മുറികളിലെ ആളുകൾ ഓടിയെത്തി ഇയാളെ പിടികൂടി. പലിശ സംഘത്തിന്റെ മർദ്ദനമേറ്റ KSRTC കണ്ടക്ടർ മരിച്ചു. പാലക്കാട് കുഴൽമന്ദം നടുത്തറ വീട്ടിൽ K മനോജാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു മനോജ. പലിശ സംഘത്തിന്റെ ആക്രമണത്തിൽ മനോജിന് പരിക്കേറ്റിരുന്നു. മറ്റു വാർത്തകളിലേക്ക് വരാം. അതിജീവന പാതയിൽ വയനാട്. ഇതിന്റെ മലയാളം എന്നുയിരിന്റെ താളം, തോളോടു തോൾ ചേരും മലയാളമേ, നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ,
കൂടപ്പിറപ്പെന്ന വരദാനമേ, ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ, അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ. ഇതെന്റെ മലയാളം, ഇതെന്റെ അടയാളം, എന്റെ മലയാളം, എന്നുയിരിന്റെ താളം. ഇതെന്റെ മലയാളം, എന്റെ അടയാളം, എന്നുയിരിന്റെ താളം. ഇതെന്റെ മലയാളം, താങ്ങായി മാറും നമ്മൾ തോളോടു തോൾ ചേരും അടയാളം, എന്നും കൈതാങ്ങും പുണ്യമെൻ മലയാളം. എന്റെ മലയാളം, ഇതെന്റെ അടയാളം, ഇതെന്റെ മലയാളം. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിച്ചു. ഭാഗികമായാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. ഉരുൾപൊട്ടലിൽ ചൂരൽമല അങ്ങാടിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളവും ചെളിയും ഇരച്ചുകയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഫ്രീസ് ഫ്രിഡ്ജ് ഭാഗികമായാണെങ്കിൽ പോലും തെരച്ചിൽ ഇന്നത്തേക്ക് നിർത്തിവെച്ചു. നാളെയും തിരച്ചിൽ തുടരുമെങ്കിലും ഭാഗികമായുള്ളൊരു തെരച്ചിൽ മാത്രം ഇനി പ്രതീക്ഷിച്ചാൽ മതി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കടകൾ ശുചീകരിക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണിപ്പോൾ ഊർജിതമായി നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഊർജിതമായ തെരച്ചിലുണ്ടായിരുന്നു JCB മറ്റുപയോഗിച്ചുകൊണ്ട്. എന്നാൽ ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് ചില ഭാഗങ്ങളിലെ മണ്ണ് മാറ്റുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് നടക്കുന്നത്. അത്ര ഊർജിതമായുള്ളൊരു തെരച്ചിൽ എന്തായാലും നടത്തുന്നില്ല. മാത്രമല്ല ഇന്ന് ചെറിയ തോതിൽ ഉച്ചയ്ക്ക് ശേഷം ചെറിയ തോതിൽ മഴയും അതുപോലെ തന്നെ കോടയും പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ ആയതുകൊണ്ടും ഞായറാഴ്ച ആയതുകൊണ്ടുമാണ് ഇന്ന് കാര്യമായ ഒരു തെരച്ചിൽ എവിടെയും ഉണ്ടായില്ല എന്ന് തന്നെ എടുത്തു പറയണം. എങ്കിൽ പോലും ഭാഗികമായി ചില പ്രദേശങ്ങളിൽ തെരച്ചിൽ നടന്നിട്ടുണ്ട്. മുണ്ടക്കയിലും അതുപോലെ തന്നെ മറ്റുള്ള ചില ഭാഗങ്ങളിലും തെരച്ചിൽ നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നിലമ്പൂർ വനാന്തരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലും അതുപോലെ തന്നെ പരപ്പൻപാറ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നിലമ്പൂർ കാടുകളിലും അതുപോലെ തന്നെ ചാലിയാറിലേക്ക് ചേരുന്ന പോഷക നദികൾ ഉത്ഭവിക്കുന്ന ചില ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഇത് നടന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ തെരച്ചിൽ ഊർജിതമായി തന്നെ നടന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്നാൽ അവിടെയും ഇനി വരും ദിവസങ്ങളിൽ അത്ര ഊർജിതമായൊരു തെരച്ചിലൊന്നും ഉണ്ടാവാനുള്ളൊരു സാധ്യതയില്ല. പ്രധാനമായും ഇപ്പോൾ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുമെല്ലാം തന്നെ ഈ കടകൾ ശുചീകരിച്ച് ഇത് വീണ്ടും അവിടെ കടകൾ തുടങ്ങുന്നതിനും മറ്റുമുള്ളൊരു നീക്കങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പുനരധിവാസ പ്രക്രിയ കുറച്ചുകൂടെ സ്പീഡായി ചെയ്യുന്നതിനുള്ളൊരു നടപടിക്രമങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ വീണ്ടും അവിടെ തന്നെ പുനരധിവസിപ്പിക്കുമോ മറ്റ് സ്ഥലങ്ങൾ അതിന് കണ്ടെത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും സർക്കാർ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല. ഇതുവരെയും 1250 കോടിയുടെ നാശനഷ്ടമുണ്ടായതായാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. പക്ഷേ ഇത് അന്തിമമല്ല. ഇതുവരെ ശേഖരിച്ച കണക്കുകൾ മാത്രമാണ്. ഒപ്പം തന്നെ
ഈ ഉരുൾപൊട്ടലുണ്ടായ 30-ാം തീയതി പാതിര സമയത്താണ് ഉരുൾപൊട്ടലുണ്ടായത്. 1:40-നും 2:40-നും 4:10-നുമാണ് 3 ഉരുൾപൊട്ടൽ. ആദ്യത്തെ ഉരുൾപൊട്ടൽ ചെറിയതാണെങ്കിൽ ബാക്കി 2ഉം 3ഉം വലിയ ഉരുൾപൊട്ടലായിരുന്നു. ഈ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങൾ, അതായത് CCTV ദൃശ്യങ്ങൾ, കടകളിൽ ചൂരൽമല അങ്ങാടിയിൽ സ്ഥാപിച്ച CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇവിടെ പള്ളിയിൽ, സമീപത്തുള്ള പള്ളിയിലും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലുമുള്ള CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വെള്ളം കുത്തിയൊലിച്ച്, വെള്ളവും ചെളിയും കല്ലും മറ്റ് സാധനങ്ങളും കുത്തിയൊലിച്ച് വരുന്നതും, ഒപ്പം തന്നെ ഇത് കടകളുടെ ഉള്ളിലേക്ക് അതിവേഗം കടകളെ കീഴടക്കുന്ന ഈ പ്രളയം കൊണ്ട് കടകളുടെ ഉൾഭാഗങ്ങൾ, ഉള്ളിലെ സ്ഥലങ്ങൾ മുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കും. ഊർജിതമല്ലെങ്കിൽ പോലും ഭാഗികമായി തന്നെ തിരച്ചിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ നിലമ്പൂർ മേഖലയിലും ചാലിയാറിൻ്റെ ആ ഒരു പരിസര വൃഷ്ടിപ്രദേശങ്ങളിലുമായിരിക്കും കൂടുതൽ തെരച്ചിലുണ്ടാകുക. ഒപ്പം തന്നെ സംസ്ഥാന ബാങ്ക് അവലോകന സമിതി നാളെ ചേരുന്നുണ്ട്. ഇതിൽ ഈ ഉരുൾപൊട്ടലിൽ കാണാതായ ആളുകളുടെ, അതുപോലെ തന്നെ നാശനഷ്ടമുണ്ടായവരുടെയും വായ്പകൾ എഴുതി തള്ളുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനം നാളെ ഉണ്ടായേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടയിൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് സർക്കാരിൻ്റെ, അതായത് ഈ ഉരുൾപൊട്ടത്തിൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് സർക്കാർ അനുവദിച്ച ധനസഹായത്തിൽ നിന്ന് ബാങ്കുകൾ EMI ഈടാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം നിലനിൽക്കുന്നുണ്ട്. ഒരിക്കലും അത് ഈടാക്കാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകളും മറ്റും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ബാങ്ക് ഈ EMI ഈടാക്കുന്നത്. ഇപ്പോൾ ബജാജ് ഫിനാൻസ് ആയാലും മറ്റുള്ള ഫിനാൻസുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ആളുകളുടെ അക്കൗണ്ടിൽ നിന്ന് EMI ഈടാക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ, പരമാവധി ആളുകൾ ഈ 3 പഞ്ചായത്തുകളിൽ ആയാണ് വാടക വീടുകൾ അന്വേഷിക്കുന്നത്. നിരവധി കുടുംബങ്ങൾ ഇതിനകം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. സർക്കാർ 6000 രൂപ നൽകും എന്നുള്ള പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാടക വീടുകളിലേക്ക് മാറുന്നത്. ഈ ദുരന്തമുണ്ടായിരിക്കുന്ന മേപ്പാടി പഞ്ചായത്ത് കൂടാതെ സമീപത്തുള്ള മൂപ്പൈനാട് പഞ്ചായത്തിലും അമ്പലവേൽ പഞ്ചായത്തുകളിലേക്കുമൊക്കെയായാണ് ആളുകൾ പോകുന്നത്. ബന്ധുവീടുകളിലും മറ്റും അഭയം തേടിയവരുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും ഒപ്പം തന്നെ അത് എത്രയും പെട്ടെന്ന് സാധ്യമാക്കാനുള്ള നടപടികളുമായി സർക്കാരും സർക്കാർ കേന്ദ്രങ്ങളും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ സ്വദേശികളായ നിസാറും ജസീലയും അവരുടെ മകൾ സിയ സെഹ്റയുടെ സ്വർണ്ണ പാദസരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി നേരിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരുന്നു. സിയ സെഹ്റയുടെ അച്ഛനും അമ്മയ്ക്കും ഇതൊരു തീർത്താൽ തീരാത്ത കടപ്പാടിലുള്ള മറുപടി കൂടിയാണ്. കോവിഡ് കാലത്ത് മകളുടെ ജീവൻ രക്ഷിക്കാൻ ഉപകരണങ്ങൾ മിന്നൽ വേഗത്തിലെത്തിക്കാൻ നടപടി സ്വീകരിച്ച മുഖ്യമന്ത്രിയോടുള്ള നന്ദി അറിയിക്കാനുള്ള അവസരം കൂടി. ജന്മന ജനിതക പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ നേരിടുന്ന സിയ സെഹ്റയുടെ പേരിൽ തന്നെ വേണം വയനാട്ടിലേക്കുള്ള സഹായമെന്ന് നിസാറും ജസീലയും ആഗ്രഹിച്ചതിന്റെ തുടർച്ച കൂടിയായിരുന്നു ഈ സഹായം. സിവേനുമോദിന്റെ റിപ്പോർട്ട് കാണാം. വയനാടിന് വേണ്ടി മനുഷ്യത്വത്തിൻ്റെ വലിയ പ്രവാഹമാണ് നമ്മൾ കാണുന്നത്. ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തി പലരും കയ്യിലുള്ളതെല്ലാം നൽകുകയാണ്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു ചിത്രം പുറത്തു വന്നു. ഒരു കുഞ്ഞുമായിട്ട് ഒരു കുടുംബം വന്ന് ആ കുഞ്ഞിൻ്റെ പാദസരം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിൻ്റെ ഒരു ഫോട്ടോ. അതിന് പിന്നിൽ വലിയ ഒരു കഥയുണ്ട്. അങ്ങനെ തൻ്റെ കുഞ്ഞിൻ്റെ പാദസരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ കുടുംബമാണ് എന്നോടൊപ്പം ഉള്ളത്. പെരിന്തൽമണ്ണ സ്വദേശി നിസാറും ജസീലയും അവരുടെ മകൾ സിയ സെഹ്റയും. സിയ സെഹ്റ ഒരു അനുഗ്രഹീതയായ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സിയ സെഹ്റയുടെ ജീവിതത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഒരു മാജിക്കലായിട്ടുള്ള ഒരു സ്പർശം തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു കഥ കൂടിയുണ്ട് ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് പാദസരം നൽകിയതിന് പിന്നിൽ. എന്താണ് ആ കഥ? കോവിഡ് കാലത്ത് മോളുടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു മിക്കി ട്യൂബ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഭക്ഷണവും മരുന്നും കറക്റ്റ് സമയത്ത് കൊടുക്കുന്നത് അതിലൂടെയാണ്. അപ്പോൾ ആ സാധനം പൊട്ടി പുറത്ത് വന്നു. ആ പൊട്ടി പുറത്തു വന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവളെ കറക്റ്റ് ഫിക്സിനുള്ള മെഡിസിൻ കറക്റ്റ് സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവളെ ഫിക്സ് കയ്യിൽ നിന്ന് പോകും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ യാത്രാ നിരോധനം, കടകൾ അടഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ എറണാകുളം വരെ ഒന്ന് പോകാനുള്ളൊരു അനുമതി, അത് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി, പക്ഷെ അവരുടെ ഒരു ഓഫീസ് എറണാകുളത്തുള്ളതെന്ന് അറിയുകയും അവിടേക്ക് പോകാൻ തീരുമാനിക്കുകയും പെർമിഷന് വേണ്ടി മുഖ്യമന്ത്രിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം പിന്നീട് എന്നെ വിളിക്കുന്നത് ഒരു വലിയൊരു ഫയർഫോഴ്സിൻ്റെ ഓഫീസറാണ്. പുള്ളി പറഞ്ഞു കാര്യങ്ങൾ ആ കടയുടെ ഡീറ്റെയിൽസും വാങ്ങി. പിന്നെ എൻ്റെ കയ്യിലായിരുന്നില്ല. പിന്നെ 2.25 മണിക്കൂർ സമയം എടുത്തുള്ളൂ. എൻ്റെ വീടിൻ്റെ മുമ്പത്ത് ഫയർഫോഴ്സ് ഒരു മിഷനായി അത് ഏറ്റെടുക്കുകയും കേരളത്തിലെ പെരിന്തൽമണ്ണയിലെ ഫയർഫോഴ്സ് ഓഫീസേഴ്സും എറണാകുളത്ത് നിന്ന് വന്ന വണ്ടി എല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ വരികയും
അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമാണ്. അപ്പോൾ അന്ന് മുതലേ ഞങ്ങളെ സഹായിച്ച ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് നന്ദി പ്രകടിപ്പിക്കണം എന്നുള്ളൊരു താല്പര്യം കുറേ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇവളതായിട്ട് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അവളുടെ കാലി കിടക്കുന്നത് കൊടുത്ത് അതുണ്ടായത് അതിൻ്റെ സംഭവം. ഞങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയൊരു സഹായമായിരുന്നു അന്ന് കിട്ടിയത്. തിരിച്ച് മോളുടെ ജീവിതത്തിന് കിട്ടിയൊരു സഹായം മോളുടേതായൊരു സാധനം കൊടുത്തതൊന്നും മതിയാവില്ല, അങ്ങനെ കൊടുത്തത് കുറഞ്ഞു പോയി എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ പറ്റിയുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിയോട് അതിൻ്റെ നന്ദി നേരിട്ട് അറിയിക്കുകയും ഇവളുടെ ഭാഗത്ത് കൊടുക്കുകയും ചെയ്തു. അതാണ് അങ്ങനെ ഉണ്ടായത്. അത് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, മരുന്ന് കൊടുക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടുവരികയാണെങ്കിൽ തന്നെ 6 മണിക്കൂറിൻ്റെ അപ്പുറം സമയം എടുക്കും. എറണാകുളം പോകണം, തിരിച്ചു വരണം. പക്ഷേ ഇത് വൺ സൈഡ് അവരെടുത്ത് വന്ന് നല്ലൊരു മിഷനായിരുന്നു അത്. ഫയർഫോഴ്സിൻ്റെ ആദ്യമായിട്ടാണ് ഫയർഫോഴ്സ് മരുന്ന് കൊടുത്ത് തുടങ്ങുന്നതിന് മുമ്പാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് ജീവിതത്തിൽ വലിയ അന്ന് വന്ന ഫയർഫോഴ്സ് ഓഫീസറോട് ഞാൻ നന്ദി പറയാം. അവരൊക്കെ എപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളവരാണ്. ആലുവ ഓഫീസിൽ നിന്ന് ആരും ആണ്, കുറേ ആയില്ലേ സംഭവം കഴിഞ്ഞിട്ട്. നമ്മളിപ്പോൾ നാട് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയിൽ നമ്മളാൽ കഴിയുന്ന ചെറുതെങ്കിൽ ചെറുത് അല്ലേ, അങ്ങനെ ഒരു വലിയ സന്ദേശം. എന്തായാലും ചെറുതെങ്കിൽ ചെറുത് എന്നെ സംബന്ധിച്ച് വലുതാണ്. മോളുടെ അല്ലേ, അപ്പോൾ ചെറുതായും വലുതായാലും ഇപ്പോൾ എല്ലാവരും കൂടെ നിൽക്കേണ്ട സമയമല്ലേ. അപ്പം ഞങ്ങളാണ് നിന്നു. മോളുടെ പേര് തന്നെയാണ് കൊടുത്തത്. മുഖ്യമന്ത്രി അത് വാങ്ങുന്ന സമയത്ത് ഇവിടെ തലയിൽ തൊട്ടിട്ട് പറഞ്ഞു എത്രയും ഇവിടുന്ന് ഉപ്പാനോട് പുതിയതൊന്ന് മേടിപ്പിക്കണം എന്നാണ്. മനസ്സിലാവും, എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഓൾക്ക് ബുദ്ധി നമ്മളെക്കാളും പവറാണ്. കയ്യും കാലിനും മാത്രമേ ഇല്ലാത്തുള്ളൂ. ബുദ്ധി ഓളെ ബുദ്ധി കൈക്കും കാൽക്കും വന്നു കഴിഞ്ഞാൽ ഇവളെ മറികടക്കാനുള്ള തലച്ചോറൊന്നും ചിലപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അത്ര ബ്രില്യൻ്റാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ. സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇവള് ഒരു വയ്യാത്ത കുട്ടിയിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ കമ്പനിൻ്റെ ലോഗോ പോലും മൈ ഡോട്ടർ ഇസ് മൈ പ്രൈഡ് എന്നാണ്. എൻ്റെ ഭാഗ്യക്കുട്ടിയാണ്. വന്നതിന് ശേഷം ഞാൻ രക്ഷപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാൻ ഇവിടെ എല്ലായിടത്തും കൊണ്ടുപോകും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ കുട്ടികളൊന്നും വീട്ടിൽ നിർത്താനുള്ളവരല്ല. അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഇവരുടെ ഇത് പഠിക്കുകയാണെങ്കിൽ ഇവരെ പോലെ ജനിക്കാൻ ആഗ്രഹിക്കും നമ്മളൊക്കെ. കാരണം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ അവരെ വീട്ടിലടച്ചു വെക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എല്ലാ ആളുകളും കുറേ ആളുകൾ എന്നോട് പറഞ്ഞു നീ എന്തിനാ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പോകുന്നത്. പക്ഷെ ഇവൾ യാത്രയിൽ ഇവൾ അനുഭവിക്കുന്ന സന്തോഷം കാണുമ്പോൾ ഇവൾക്ക് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക. അപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം തോന്നുന്നു. എങ്ങനെ നമുക്ക് സഹായം ചെയ്യാൻ കഴിയുന്നല്ലോ, അത് മോളുടെ പേരിൽ ചെയ്യാൻ കഴിഞ്ഞത് അതിലും സന്തോഷം. തീർച്ചയായും ഇത് പല തലങ്ങളാണ് ഈ ഒരു ദുരിതാശ്വാസ നിധി നൽകിയത്. നമ്മൾ കേവലം വാക്കുകൊണ്ട് അത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഒരു ഹൃദയബന്ധത്തിൻ്റെയും ഒരു കടപ്പാടിൻ്റെയും ഒക്കെ വലിയ ഒരു ചരിത്രമാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത്. അതിനെല്ലാം അപ്പുറത്ത് വയനാടിന് വേണ്ടി നമ്മൾ ഒന്നിക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി തയ്യാറാവുക അല്ലെങ്കിൽ കഴിയുന്നത് നൽകുക എന്നൊരു വലിയ സന്ദേശവും ഇവർ നൽകുന്നുണ്ട്. എന്താണെങ്കിലും മോൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നുകൂടി നമുക്ക് ആശംസിക്കാം. പെരിന്തൽമണ്ണയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. വയനാട് ദുരന്ത ബാധിതരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് പിന്തുണയുമായി ആന ഫാൻസും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആരാധകരുടെ കൂട്ടായ്മയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയായത്. കഴിഞ്ഞ 13 വർഷമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ദേവിദാസനും ചുറ്റുമായി കറങ്ങുന്ന ഒരു സംഘം ആരാധകരുണ്ടായിരുന്നു. ശ്രീരാമജയം എന്ന പേരിലുണ്ടായിരുന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയ്ക്ക് ഫാൻസ് അസോസിയേഷൻ എന്ന പേര് വന്നത് കുറച്ച് ദിവസം മുൻപാണ്. ശ്രീരാമജയം എന്ന പേരിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ആദ്യത്തെ ആന ഫാൻസ് അസോസിയേഷന്റെ ആദ്യ പരിപാടി വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള കൈകോർക്കലായി. ഉരുൾപൊട്ടൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വടകര വിലങ്ങാട് നിന്നിട്ട് ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ എല്ലാം നശിച്ചു പോയി, പ്രളയം മറ്റേ ഉരുൾപൊട്ടലുണ്ടായിട്ട് എല്ലാം പോയി എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫാം നടക്കുന്ന ഒരാളുടെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ആലോചിക്കാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ താൽക്കാലികമായിട്ടൊരു സഹായം ചെയ്തു. അവിടെ പോയിട്ട് കുറച്ച് ക്യാഷായിട്ടും കുറച്ച് കാലിത്തീറ്റ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നീട് നമ്മൾ അങ്ങനെ അസോസിയേഷൻ രജിസ്ട്രേഷൻ ചെയ്യണം എന്നൊരാശയം വന്നതിന് ശേഷം അസോസിയേഷനായിട്ട് രജിസ്റ്റർ ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,01,000 രൂപ കൂട്ടായ്മ സമാഹരിച്ചു നൽകി. നമുക്ക് അതിജീവിക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന സന്ദേശം തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഫാൻസ് അസോസിയേഷൻ കൈമാറുന്ന 1,01,000 രൂപ. തീർച്ചയായും അത് ഗവൺമെന്റിന് വേണ്ടി ഏറ്റുവാങ്ങിയതായി അറിയിക്കുന്നു.
രാമനെ ചങ്കും ചങ്കിടുപ്പുമായി കൊണ്ടു നടക്കുന്ന 400-ലധികം പേരാണ് ഫാൻസ് അസോസിയേഷനിലുള്ളത്. നേരത്തെ പുത്തുമല ദുരന്തമുണ്ടായപ്പോഴും പ്രളയകാലത്തും 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവിടെ എത്തിച്ചിരുന്നു ശ്രീരാമജയം രാമൻ ഫാൻസ്. 2019 ഇതുപോലെ വയനാട് ഉരുൾപൊട്ടിയപ്പോൾ അവർ സമാഹരിച്ചിട്ട്, അതായത് ഈ ഗ്രൂപ്പ് സമാഹരിച്ച ഒരു 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അന്ന് ആനയുടെ തന്നെ ലോറിയിൽ അന്ന് വയനാട് കൊണ്ട് എത്തിക്കുകയുണ്ടായി. അതിനുശേഷം പല കാര്യങ്ങൾക്കും അമ്പലത്തിലെ ഉത്സവങ്ങളായാലും ശരി, ആനയെ സംബന്ധിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വിഷയങ്ങളും തമ്മിൽ പൈസ സ്വരൂപിച്ച് തരുന്നതിനും എല്ലാതും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ശ്രീരാമജയം ഗ്രൂപ്പ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ആനയുടെ ആരാധകർ സേവനപാതയിൽ തലയെടുപ്പോടെ തുടരുകയാണ്. ന്യൂസ് 18 തൃശൂർ. തിരികെ വാർത്തയിലേക്ക്. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തിരച്ചിലിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ തിരച്ചിൽ പുനരാരംഭിക്കൂ എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. ഇതിന് 1 കോടിയോളം രൂപ ചെലവ് വരും. ഇക്കാര്യത്തിൽ കർണാടക സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചു. എന്നാൽ വ്യാഴാഴ്ചയോടെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി അർജുന്റെ കുടുംബം പ്രതികരിച്ചു. കെ വി ബൈജുവിന്റെ റിപ്പോർട്ട്. ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിലിൽ അനിശ്ചിതത്വം. ഏതായാലും ഈ ഡ്രഡ്ജർ എത്തിക്കാൻ വൈകുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. 1 കോടി രൂപയോളം ചെലവ് വരുന്ന ഈ യന്ത്രം എങ്ങനെ ഇവിടെ എത്തിക്കും? ആ പണം എങ്ങനെ കണ്ടെത്തും? ഇതാണ് ഇതിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജില്ലാ ഭരണകൂടത്തിന് ഇത്രയും വലിയ തുക ചെലവഴിക്കുന്നതിന് പരിമിതി ഉണ്ടെന്നാണ് കലക്ടർ അറിയിച്ചിട്ടുള്ളത്, കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാരാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. നാളെ ബംഗളൂരുവിൽ നിർണായകമായ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ റോഡ് മാർഗം യന്ത്രം ഇവിടെ എത്തിക്കുന്നതിൽ പ്രതിസന്ധിയുണ്ട്. കാരണം കൊങ്കൺ മേഖലയിലെ ഒരു റെയിൽപാത കടന്നു പോകുന്നുണ്ട്. അതിലൂടെ ഈ ഗംഗാവലി പുഴയിലേക്ക് കരയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കടൽ മാർഗം എത്തിക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. ഇത് സംബന്ധിച്ച് പരിശോധന നടക്കാൻ ഈ കമ്പനിയുടെ മെക്കാനിക്കൽ വിഭാഗം നാളെ ഈ ശിരൂരിൽ എത്തുന്നുണ്ട്. അവർ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏതായാലും ഈ തിരച്ചിൽ സംബന്ധിച്ച മറ്റ് കാര്യങ്ങൾ അറിയൂ. എന്തായാലും ഈ 1 കോടി രൂപയാണ് ഇതിന് ചെലവ് വരുന്നത്. അത് 1 ദിവസം ഉപയോഗിച്ചാലും 2 ദിവസം ഉപയോഗിച്ചാലും ഇത്തരത്തിൽ 10 ദിവസത്തെ പണം മുൻകൂറായി കെട്ടിവെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കർണാടക സർക്കാരിന്റെ തീരുമാനം വളരെ നിർണായകമായിരിക്കും. ഏതായാലും തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. പുതിയ വിവരങ്ങളായിട്ടൊന്നുമില്ല. ഡിസ്ട്രിക്ട് കളക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് ആ ഷിപ്പ് കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് സ്ഥലം വിലയിരുത്തി ഇതിന് ശേഷമായിരിക്കും ഒരു പോസിറ്റീവ് ഉണ്ടാവുക എന്ന രീതി തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവര് എന്തായാലും പരിശോധനയ്ക്ക് വരുന്നുണ്ട്, നാളെ വരും. ഡ്രഡ്ജർ എത്തിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യം ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ആദ്യം ഇതിലെ എമൗണ്ട് എല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്ത് കൊണ്ടുവരും എന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. അതിനുശേഷം ഇപ്പം അത് പ്രൈസ് ഹൈക്ക് ആക്കിയിട്ടുണ്ട് അവര്. പണം ഒരു പ്രശ്നമല്ല എന്നാണ് MK രാഘവൻ MP പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ യന്ത്രം ഇവിടെ എത്തിക്കുന്നതിലുള്ള പ്രതിസന്ധിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടതാണ് MK രാഘവൻ MP, കുടുംബത്തോടൊപ്പം ചേർന്നതെന്നാണ്. അതുപോലെ തന്നെ AKM അഷ്റഫും. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ, MK രാഘവൻ MPയുടെ വാക്കുകൾ വലിയ പ്രതീക്ഷയാണ് കുടുംബത്തിന് ഉണ്ടാക്കുന്നത്. അത് കൊണ്ടുവരാനുള്ള ഒരു മാർഗ തടസ്സങ്ങളെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. ഏത് വഴിയാണ് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, അതാണ് അവരുടെ ചിന്ത. അതല്ലാതെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളോ അല്ലെങ്കിൽ അതിന്റെ കഴിവില്ലായ്മയോ ഒന്നും അവിടെ വിഷയമാകുന്നില്ല. കാരണം കർണാടക ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ട്, ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട് ഇതിനാവശ്യമായിട്ട് എല്ലാം ചെയ്യുമെന്ന്. MLA ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് അതൊരു വിഷയമല്ല. പക്ഷെ ഗോവയിൽ നിന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. അത് കൊണ്ടുവരാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അർജുന് പുറമെ 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. കന്നഡിഗരായ ലോകേഷും ജഗന്നാഥും അവരുടെ കുടുംബവും ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഈ അവസാനമായി ഒരു നോക്ക് കാണാൻ ജഗന്നാഥന്റെ കുടുംബം, പ്രത്യേകിച്ച് 3 പെൺമക്കൾ അടങ്ങുന്ന ആ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ജഗന്നാഥൻ. ഈ ചായക്കടയിലെ ലക്ഷ്മണന്റെ ഇവിടെ 20 വർഷത്തോളമായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഈ ജഗന്നാഥൻ. അദ്ദേഹം ഈ ലക്ഷ്മണൻ, ഈ മണ്ണിടിച്ചിൽ മരണപ്പെട്ട ലക്ഷ്മണന്റെ സഹോദരൻ കൂടിയാണ്. അവരുടെ കുടുംബവും കാത്തിരിക്കുന്നുണ്ട്. ഏതായാലും അവർക്ക് സർക്കാർ ജോലിയും പണവും വാഗ്ദാനം ചെയ്തിരുന്നു തുടക്കത്തിൽ. പക്ഷേ ഇതുവരെ അവർക്ക് അത് ലഭിച്ചിട്ടില്ല. അതുകൂടി നൽകേണ്ടതുണ്ട്. ആ കുടുംബത്തിന് കൂടി കൈത്താങ്
ഏകേണ്ടതുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളും അവർക്ക് വേണ്ടിയും കൂടി ആകണം. എന്തായാലും 3 പേരും നമുക്ക് വിലപിടിച്ചതാണ്. അവരെ 3 പേരെയും കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഏറ്റവും പ്രതിസന്ധിയായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ ചെളിയും മണ്ണും വലിയ പാറക്കൂട്ടങ്ങളൊക്കെ ഈ പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് സമീപം ഉണ്ടായിരുന്ന വലിയ കൂറ്റൻ ആൽമരം ഈ പുഴയിൽ പതിച്ചിട്ടുണ്ട്. അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഡ്രഡ്ജർ എത്തിയാൽ ആദ്യം അത്തരം വസ്തുക്കൾ നീക്കം ചെയ്യുക. മാത്രമല്ല ഈ ഗംഗാവലി പുഴ എന്ന് പറഞ്ഞാൽ ഈ കൊങ്കൺ മേഖലയിലെ മുഴുവൻ നദികളും വന്നു ചേരുന്ന ഒരു പുഴയാണ്. ആ പുഴയുടെ ഒഴുക്കിനെയും ഇത് ഈ ഇത്തരത്തിൽ മണ്ണും ചെളിയും ഒക്കെ കൂടി നിന്നത് ബാധിച്ചിട്ടുണ്ട്. അതും സുഗമമാക്കേണ്ടതുണ്ട്. അതിന്റെ അടിത്തട്ടിലുള്ള മണ്ണും ചെളിയും ഒക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം പരിഗണിച്ചാണ് ഈ തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നത്. ഏതായാലും ഈ ലോറി ഇതുവരെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബവും ഒപ്പം രക്ഷാദൗത്യ സംഘങ്ങളെല്ലാം പങ്കുവെക്കുന്നത്. ഏതായാലും ജിതിൻ ഉൾപ്പെടെയുള്ളവർ ശിരൂരിൽ തുടരുന്നുണ്ട്. ഒപ്പം ഈശ്വർ മൽപ്പയും ഇപ്പോൾ ശിരൂരിൽ തന്നെ തുടരുകയാണ്. സർക്കാരിന്റെ ഒരു തീരുമാനം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും തിങ്കളാഴ്ചത്തെ യോഗം നിർണായകമാണ്. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. എന്ന് തെരച്ചിൽ പുനരാരംഭിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. 22-ാം തീയതി തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് കുടുംബത്തിന് ഇത്തരത്തിൽ AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ നൽകിയിരിക്കുന്ന ഉറപ്പ്. അതുകൊണ്ട് തന്നെ ആ 22-ാം തീയതി തന്നെ ഈ തെരച്ചിൽ തുടരുമെന്ന ഒരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായി ഇനി 30 ദിവസം കൃത്യമായി ഈ അപകടം നടന്ന് 30-ാം ദിവസമാണ് തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് അനുകൂലമായിട്ടുണ്ട്. പുഴയിൽ കലങ്ങിയ വെള്ളമാണെങ്കിലും മഴ കുറവുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഈ തീരുമാനമെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ തെരച്ചിൽ തുടരേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇനി ഏത് അവസ്ഥയിലായിരിക്കും ഈ അർജുനെ കണ്ടെത്താൻ പറ്റുമോ, ഒപ്പം കന്നഡികരായ 2 പേരെ കണ്ടെത്താൻ പറ്റുമോ എന്ന ആശങ്ക ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കുടുംബവും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ, അതായത് 22-ാം തീയതി കൂടി തെരച്ചിൽ പുനരാരംഭിക്കുന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവും ഉള്ളത്. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ഇന്ത്യ സഖ്യത്തിന് വൻ തിരിച്ചടി നൽകി മുൻ മുഖ്യമന്ത്രിയും JMM നേതാവുമായ ചമ്പൈ സോറൻ BJPയിലേക്കെന്ന് സൂചന. 6 MLAമാരുമായി ചമ്പൈ സോറൻ ഡൽഹിയിലെത്തി. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാനാണ് ചമ്പൈ സോറനെ BJP പാളയത്തിലെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ജയിൽവാസത്തിന് പിന്നാലെ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം തിരികെയെടുത്തതാണ് ചമ്പൈ സോറനെ പ്രകോപിപ്പിച്ചത്. हमारा बच्ची रहता है, उससे देखने के लिए आया है. अपना निजी काम है, दिल्ली आना जाना होते रहता है. आज भी हम आए हैं. अभी हम जहाँ पर है वहीं पर है. देखिए हमने बोल दिया जहाँ पर अभी है वहीं पर है. हमने बोल दिया हम निजी काम के लिए काम में आए हैं और हम जहाँ पर है वहीं पर है. കപ്പലിൽ നിന്ന് കാണാതായ മകനെ കണ്ടെത്താൻ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ആലപ്പുഴ പുന്നപ്ര സ്വദേശി ബാബു ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് പോയ ചരക്കുകപ്പലിലെ ട്രെയിനിയായ മകൻ വിഷ്ണുവിനെ യാത്രക്കിടെയാണ് കാണാതായത്. ജൂലൈ 17-നാണ് വിഷ്ണുവിനെ കാണാതായത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും എങ്ങുനിന്നും ഉണ്ടായില്ല. ഒടുവിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. ഷിരൂരിൽ നിന്ന് കാണാതായ അർജുന് വേണ്ടി മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും അർജുന്റെ കുടുംബത്തോടൊപ്പം നിന്നു. എന്നാൽ സമാന സാഹചര്യത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരച്ഛനും കുടുംബവും ആലപ്പുഴയിലുണ്ട്. നമ്മളോടൊപ്പം അവർ ചേരുകയാണ്. കഴിഞ്ഞ 17-ന് മലാക്ക സ്റ്റേറ്റിൽ വെച്ച് കപ്പലിൽ നിന്ന് കാണാതായ വിഷ്ണുവിന്റെ അച്ഛൻ ബാബുവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഈ കുടുംബം വലിയ വേദനയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി കിട്ടേണ്ട ഒരു പരിഗണനയും അവർക്ക് കിട്ടിയില്ല എന്ന് അവർ കണ്ണീരോടെ നമ്മളോട് പറയുകയാണ്. ആ സാഹചര്യങ്ങളൊന്ന് കേൾക്കാം. ഒന്ന് വിശദീകരിക്കാമോ ആ സംഭവത്തെക്കുറിച്ച്? എൻ്റെ മകന് കപ്പലിൽ നിന്ന് കാണാതായിട്ട് ഇന്നേക്ക് 31 ദിവസമായി. 1 മാസം പിന്നിട്ടു. കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് വൈകിട്ട് 9:45 വരെ എന്നെയും അമ്മയെയും അവൻ മാറി മാറി വിളിച്ചതിന് ശേഷമാണ് അവനെ കാണാനില്ല എന്നുള്ള നിലയിൽ കപ്പലധികാരികൾ പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറയുന്നത്. രാവിലെ 8 മണിക്ക് 18-ാം തീയതി രാവിലെ 8 മണിക്ക് അവൻ ഡ്യൂട്ടിക്ക് ഹാജരായില്ല എന്നും അവനെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ല എന്നും അവനെ കണ്ടെത്താനുള്ള അന്വേഷണം ഞങ്ങൾ തുടരുകയാണെന്നും ഉള്ള വളരെ ഞെട്ടിക്കുന്ന വേദനാജനകമായ ഒരച്ഛനും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ് കേട്ടത്. ഈ സ്ഥലം ഒന്ന് പറയാമോ? എവിടെ, ഏത് രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചായിരുന്നു എന്നൊക്കെ വിശദീകരിക്കാം. ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും അതിർത്തിയിലുള്ള മലാക്ക എന്ന് പറയുന്ന സ്ട്രേറ്റിൽ വെച്ചാണ്, മലാക്ക സ്റ്റേറ്റിൽ വെച്ചാണ് ഇവൻ കടലിൽ പതിച്ചത് എന്നുള്ളതാണ്
ബന്ധപ്പെട്ട അധികാരികൾ, കപ്പൽ അധികാരികൾ ഞങ്ങളെ ധരിപ്പിച്ചിരിക്കുന്നത്. എന്താ അവർ പറഞ്ഞത്? കപ്പലിലെ ജീവനക്കാർ നിങ്ങളെ ബന്ധപ്പെട്ട് പറയുമ്പോൾ വിഷ്ണുവിനെ ഏറ്റവും ഒടുവിലായി കണ്ടത് എപ്പോഴാണെന്നാണ് പറയുന്നത്? അതിനൊക്കെ ഒന്ന് പറയൂ. 17-ാം തീയതി 9:45 ശേഷം അവനെ കാണാനില്ല എന്നുള്ള നിലയിലാണ് കപ്പൽ അധികാരികൾ, കപ്പൽ ജീവനക്കാരും ഞങ്ങളെ ധരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ 9:45 വരെ അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് എന്നോടും അതിനുശേഷം അമ്മയോടും സംസാരിച്ചത്. അവൻ മിക്കവാറും അവൻ്റെ വികാരങ്ങളൊക്കെ, അവൻ്റെ സങ്കല്പങ്ങളൊക്കെ, പ്രതീക്ഷകളൊക്കെ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാറുണ്ട്. അന്നും അവൻ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഒരു 8 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ വരും, വന്നതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവൻ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് എങ്ങനെയാണ് ഇവൻ മിസ്സാകുന്നത് എന്നുള്ളത് അവിശ്വസനീയമായിട്ടാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം 8 മണിക്കാണ് അവനെ കാണാനില്ല എന്ന് പറയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കപ്പലധികാരികൾ പോലും പറയുന്നില്ല. മിസ്സിംഗ് ആണെന്ന് മാത്രമാണ് അവർ പറയുന്നത്. രണ്ട് രാജ്യത്തിന്റെ അതിർത്തി ആയതുകൊണ്ട് തന്നെ അവിടെയും പരിമിതികളുണ്ടായല്ലേ? അവിടെ പരിമിതികളുണ്ടായി. ഇപ്പോൾ കപ്പലിൻ്റെ ഓണർഷിപ്പുള്ള കക്ഷി ഈ 2 രാജ്യങ്ങളിലും പരാതി കൊടുക്കുകയുണ്ടായി. ഞങ്ങളുടെ കപ്പലിൽ നിന്ന് വിഷ്ണു ബാബു എന്ന് പറയുന്ന സെയിലറെ കാണാതായിരിക്കുന്നു, അന്വേഷിക്കണമെന്ന് പരാതി കൊടുത്തിട്ട് 2 രാജ്യക്കാരും അത് പരാതി പോലും സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ നൽകിയിട്ടുള്ള വിവരങ്ങൾ നമുക്കങ്ങനെയാണ്. ഒരു മാസമായി നിങ്ങൾ കേന്ദ്ര സർക്കാരിന് പരാതി നൽകി, കേരള സർക്കാരിന് പരാതി നൽകി. എന്തായിരുന്നു നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ റെസ്പോൺസ്? എങ്ങനെയായിരുന്നു? കളക്ടർക്കാണ് ആദ്യം പരാതി കൊടുക്കുന്നത്. അന്നേ ദിവസം തന്നെ SP-ക്കും തുടർന്ന് മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കുകയുണ്ടായി. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും സമീപിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. ഈ ഉത്തരവാദിത്തപ്പെട്ട ഈ കേന്ദ്രങ്ങളിൽ നിന്നൊന്നും, അധികാര കേന്ദ്രങ്ങളിൽ നിന്നൊന്നും ഇതുവരെ ഞങ്ങളെ ആരും സമീപിച്ചിട്ടില്ല, ഈ കുടുംബത്തെ ആരും സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത. ഒരു ഫോൺ കോൾ പോലും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന്, കളക്ടറേറ്റിൽ നിന്ന് ഉൾപ്പെടെ വന്നിട്ടില്ല എന്നുള്ളത് വല്ലാത്ത സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്, വേദനയാണ് ഉണ്ടാക്കുന്നത്. ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടിയില്ല, അതായത് അന്വേഷണം നടന്നിട്ടേ ഇല്ലെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ രേഖാമൂലമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല. അല്ല, ഇത് സംബന്ധിച്ച് നിങ്ങളോട് തേടാൻ ആരും വന്നിട്ടില്ലല്ലോ അല്ലേ? ആരും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചെന്ന് പോലും തിരക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ആരും സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഷിപ്പിംഗ് ഡയറക്ടർക്കും പരാതി കൊടുത്തിരുന്നു. അവിടുന്നും ഒരു ഫോൺ കോളോ ഒരു അറിയിപ്പോ എനിക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലൊരു പൗരനെ നഷ്ടപ്പെട്ടാൽ ഉത്തരവാദിത്തത്തോടുകൂടി അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് ഒരു ഗൗരവവും എൻ്റെ മകൻ്റെ മിസ്സിങ്ങിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ആരും തന്നെ, ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഞങ്ങൾക്ക് സഹായകരമായ ചേർത്ത് പിടിക്കുന്നൊരു മനോഭാവം കേരളത്തിലെ പ്രതിപക്ഷം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ആരും തന്നെ, ഭരണ പ്രതിപക്ഷങ്ങൾ 2 കൂട്ടരും ഞങ്ങൾക്ക് സഹായകരമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വേദനയോടുകൂടി സ്മരിക്കുകയാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഷിരൂരിലെ അർജുനായുള്ള തെരച്ചിൽ നടക്കുമ്പോൾ ആ കുടുംബത്തിന്റെ വേദന പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഘട്ടത്തിൽ അത് കാണാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെ പോയിരുന്നു എന്നും പറയുന്നുണ്ട് അല്ലെ? അത്തരത്തിൽ ഒരു ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിലും ഉണ്ടാവണമെന്ന് അതിയായി ആഗ്രഹിക്കുകയാണ്. അതെ, 2-3 ദിവസത്തേക്ക് ഞാൻ വളരെ മാനസികമായി ഡൗൺ ആയിരുന്നു. പിന്നീട് അതിനുശേഷം ഞാൻ വാർത്തകൾ വെക്കുമ്പോഴത്തേക്ക് അർജുനൻ്റെ തിരച്ചിലിനെ സംബന്ധിച്ചുള്ള വാർത്തകളാണ്. വളരെ വേദനയോടുകൂടിയാണ് ഞാനത് കണ്ടുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും അർജുനെ കിട്ടണേ. കാരണം ഒരു പിതാവിൻ്റെ വേദന, മകൻ നഷ്ടപ്പെട്ടതിലുള്ള, മകനെ കാണാത്തതിലുള്ള വേദന വളരെയേറെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ മാതാപിതാക്കളുടെയും മാനസികാവസ്ഥ എനിക്കറിയാമായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ അധികാരികൾ, ഭരണപക്ഷവും പ്രതിപക്ഷവും അർജുനൻ്റെ കൂടെ നിൽക്കുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും അല്ലെങ്കിൽ ഒരു വിഷമവും എനിക്കില്ല. പക്ഷേ എന്നെ, എൻ്റെ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ, ഒരു സാന്ത്വന വാക്ക് പറയാൻ പോലും, ഒന്ന് അന്വേഷിക്കാൻ പോലും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോ പ്രതിപക്ഷമോ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. ഇനിയിപ്പോൾ എന്താ നിങ്ങളുടെ ഒരു പ്ലാൻ? നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ എങ്ങനെ തുടരാനാണ്? അധികാരികളിൽ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ മകൻ എന്ത് സംഭവിച്ചു, മകൻ്റെ അവസ്ഥ എന്താണ് എന്നറിയാൻ ഒരു കുടുംബത്തിൻ്റെ, മാതാപിതാക്കളുടെ അവകാശമാണ്. അതുകൊണ്ട് ഇനി അവസാനം ഞങ്ങൾക്ക് നീതി കിട്ടാൻ ഹൈക്കോടതിയിൽ നിന്നേ കിട്ടൂ എന്നുള്ളത് കൊണ്ട് ഞാനൊരു ഹേബിയസ് കോർപ്പസ് ഹർജി തിങ്കളാഴ്ച സമർപ്പിക്കുകയാണ്. അതിലൂടെ ഈ അധികാരികളിൽ നിന്ന്
എന്തെങ്കിലും നീതി കിട്ടും എന്നുള്ള വിശ്വാസമാണ്. ഇനിയെങ്കിലും അവനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഈ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്കങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. ഇനിയെങ്കിലും അധികാരികൾ ശ്രദ്ധിക്കാൻ ഉതകുന്ന രീതിയിലുള്ളൊരു കോടതി ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതാണ് അദ്ദേഹം പറയുന്നത് തീർത്തും ന്യായം തന്നെയാണ്. കാരണം തന്റെ മകന് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ഒരു അവകാശം ഈ പിതാവിനുണ്ട്. അത് അത്തരത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു വിവരം നൽകാൻ നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഇടപെടൽ നടത്തി എന്നെങ്കിലും ഈ കുടുംബത്തെ ബോധ്യപ്പെടുത്താനായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കളക്ടറേറ്റിൽ പരാതി നൽകി. കളക്ടറേറ്റ് മുതൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക്, കേന്ദ്രമന്ത്രിമാർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഒരു സർക്കാർ ഓഫീസിൽ നിന്നും എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു ഫോൺ കോൾ പോലും ഈ വീട്ടിലേക്ക് എത്തിയില്ല എന്നുള്ളത് ആണ് വസ്തുത. അതിനെതിരെ കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി വളരെ കുറഞ്ഞ സമയം മാത്രമേ ആയുള്ളൂ വിഷ്ണു ജോലിയിലേക്ക് കടന്നിട്ട്. ഈ കുടുംബത്തിന്റെ മുഴുവൻ അത്താണിയായിരുന്നു, പ്രതീക്ഷയായിരുന്നു. അങ്ങനെ ഒരു ചെറുപ്പക്കാരന് ആണ്, ആ ഒരു മകനാണ്. ആ മകന് എന്ത് സംഭവിച്ചു എന്ന് അറിയേണ്ട, അല്ലെങ്കിൽ അതിന് അത്തരത്തിൽ ആ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ അറിയേണ്ട അവകാശം ഈ അമ്മയ്ക്കും അച്ഛനുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിൽ കോടതി വഴിയെങ്കിലും അത് നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കാം. കടുത്ത പ്രതിഷേധം ഈ കുടുംബത്തിന് ഉണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. AIYF പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഷാഹിന മണ്ണാർക്കാടിന്റെ ദുരൂഹ മരണം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. മണ്ണാർക്കാട് പോലീസിന്റെ അന്വേഷണമാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഭർത്താവ് മൈലംകാട്ടിൽ മുഹമ്മദ് സാദിയും മക്കളും ബന്ധുക്കളും പോലീസിൽ പരാതി നൽകിയിരുന്നു. അതോടൊപ്പം പോലീസ് സ്റ്റേഷന് മുൻപിൽ സമരം നടത്തിയിരുന്നു. ഷാഹിനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ഭർത്താവ് പരാതിയിൽ ഉന്നയിച്ചത്. ആരോപണ വിധേയനായ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്നും പോലീസിന്റെ അന്വേഷണം മന്ദഗതിയിലാണെന്നും സാദിഖ് ആരോപിച്ചു. കഴിഞ്ഞ മാസമാണ് ഷാഹിനയെ മണ്ണാർക്കാട് വടക്കുമണ്ണത്തുള്ള വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ 7 വയസ്സുകാരന്റെ ശരീരത്തിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി ഇടപെടണമെന്ന് ആവശ്യം ശക്തം. സംഭവം ഞെട്ടിക്കുന്നതെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയോടെയായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. സംഭവത്തെ തുടർന്ന് കുട്ടിക്ക് 14 വർഷം തുടർച്ചയായി HIV, TB ടെസ്റ്റുകൾ ചെയ്യേണ്ട ഗതികേടിലാണ് കുടുംബം. കുഞ്ഞിന്റെ 7 വയസ്സുള്ള കുഞ്ഞിന്റെ തൊടയിലേക്ക് അത് തുളച്ചു കയറുക, എന്നിട്ട് ഒന്നും സംഭവിച്ചില്ലാത്ത മട്ടിൽ നടക്കുക ഗവൺമെൻറ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സർക്കാരിന് എന്ത് സംഭവിച്ചു എന്ന്. അദ്ദേഹം ഇതിനകത്ത് ഈ സംഭവം ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നടപടി ഉണ്ടാവണ്ടേ? ഇത്തരം അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണോ ഇത്? ആ കുഞ്ഞിനെ 14 വയസ്സ് വരെ ഇഞ്ചക്ഷൻ ചെയ്യണം, ഒരു ഭയത്തിൻ്റെ മുൾമുനയിൽ ജീവിക്കണം. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് ഒരു നടപടിയും ഇല്ലാതെ പോകുകയെന്ന് പറഞ്ഞാൽ ഇത് നിരുത്തരവാദിത്വമല്ല, അങ്ങേയറ്റത്തെ നിരുത്തരവാദിത്വമല്ലേ? ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമാക്കേണ്ട ഒരു സബ്ജക്റ്റ് അതിനൊന്നും വിധേയമാക്കാതെ ഫ്രീ ആയിട്ട് അനുവദിക്കുകയാണ്. സർക്കാർ ടോട്ടലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അടിയന്തരമായി ഈ കാര്യത്തിൽ ആരോഗ്യമന്ത്രി ഇടപെടണം, നടപടി ഉണ്ടാകണം. കാരണം വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കേരളത്തിൽ വീണ്ടും മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ്. മുല്ലപ്പെരിയാർ ഡാം ഭീതി പടർത്തുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഡാം പൊട്ടിയാൽ ആരുത്തരം പറയുമെന്നും നമുക്കിനി കണ്ണീരിൽ മുങ്ങി താഴാനാവില്ലെന്നും സുരേഷ് ഗോപി. ഇനിയൊരു പക്ഷേ ഭീതിയായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വലിയ സമ്പ്രദായം. ഇന്നും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഫേസ്ബുക്ക് ലിങ്കിൽ ശബ്ദം ആദ്യം വന്ന് ചാടുന്നത് പൊട്ടുമായിരിക്കും, പൊട്ടില്ലായിരിക്കും. അത് ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഇടിമുഴക്കം പോലെയാണ് അത് നിൽക്കുന്നത്. പൊട്ടിയാൽ ആരുത്തരം പറയും? കോടതികൾ ഉത്തരം പറയുന്നു. കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന ഒരവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയുന്നു. എന്താണ് ഇതിന്റെ ഒരു അനിതര ഫലം, അനന്തര
ഫലം നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാൻ സാധിക്കില്ല. എനിക്ക് ഈ പട്ടിണിയുമായി ഇതിനെ കണക്ട് ചെയ്യുന്നവരോട് പറയാനുള്ളത്, ഒരുപക്ഷെ കോടതികളെപ്പോലും ശാസ്ത്രീയമായി ധരിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കൊരു സംവിധാനത്തിന്റെ കണ്ടെത്തലുണ്ടാവണമെങ്കിൽ ആ സംവിധാനത്തിന്റെ ഇന്നത്തെ അൾട്ടിമേറ്റ് നെയിം ഈസ് എ സാറ്റലൈറ്റ്. തീരദേശ സംരക്ഷണത്തിന് ഒരു രൂപരേഖ കേന്ദ്ര സർക്കാർ നൽകുന്നില്ലെന്ന് മന്ത്രി പി രാജീവ്. പദ്ധതികൾ നടപ്പാക്കാൻ കടമെടുക്കാനും സമ്മതിക്കുന്നില്ല. കടൽ രാജ്യത്തിന്റെ അതിരാണ്. സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ ഒരു മുൻകൈയും എടുക്കുന്നില്ലെന്ന് മന്ത്രി വിമർശിച്ചു. തീരദേശ സംരക്ഷണം അത് ഗൗരവമുള്ളതാണ്. അതിലും നമ്മുടെ ഒരു പ്രശ്നം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യൂണിയൻ ഗവൺമെന്റ് ഒരു പൈസ തീരദേശം സംരക്ഷിക്കാൻ നൽകുന്നില്ല. ഇത് രാജ്യത്തിന്റെ അതിരാണ്. കടൽ എന്നുള്ളത്, തീരം എന്നുള്ളത് രാജ്യത്തിന്റെ അതിരാണ്. അത് സംരക്ഷിക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്വം ഭരണഘടനാപരമായി യൂണിയനാണ്. നമുക്ക് ഒരു പൈസ പോലും അത് സംരക്ഷിക്കാൻ നൽകുന്നില്ല. ഞങ്ങളത് തുടർച്ചയായി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 5400 കോടി തീരദേശ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോയി. ഇത് കിഫ്ബിയുടെ വായ്പ. ആ വായ്പ എടുക്കാൻ സമ്മതിക്കും. അവർ തരുന്നുമില്ല, വായ്പ എടുക്കാൻ സമ്മതിക്കുന്നില്ല. എടുക്കുമ്പോൾ കേസ് കൊടുത്തിട്ട് കോടതി നിൽക്കുകയാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരൊന്നും ഇപ്പോ ഈ വായ്പ എടുക്കൽ അവര് കുറച്ച് കേസിന്റെ വിധി വരട്ടെ എന്ന മട്ടിലാണ്. അല്ലെങ്കിൽ അത് നേരത്തെ തന്നെ പൂർത്തീകരിച്ച് പോകേണ്ടതാണ്. ഇടവേള. തിരികെ വാർത്തയിലേക്ക്. സിറോ മലബാർ സഭ ആസ്ഥാനത്ത് വിശ്വാസി കൂട്ടായ്മയുടെ പ്രതിഷേധം. ഏകീകൃത വിശുദ്ധ കുർബാന അട്ടിമറിച്ചവരെയും വ്യാജരേഖ ചമച്ചവരെയും സിനഡിൽ പങ്കെടുപ്പിക്കരുതെന്നാവശ്യപ്പെട്ടായിരുന്നു അതിരൂപത വിശ്വാസി കൂട്ടായ്മയുടെ പ്രതിഷേധം. കാക്കനാട് മൌണ്ട് സെന്റ് തോമസിന് മുൻപിലായിരുന്നു പ്രതിഷേധം. സിനഡ് യോഗം ചേരാനിരിക്കെയാണ് വിശ്വാസി കൂട്ടായ്മ സമരവുമായി രംഗത്തെത്തിയത്. ജൂൺ 9 മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നിർബന്ധമായും നടപ്പാക്കണമെന്ന സർക്കുലറാണ് ചിലർ അട്ടിമറിക്കുന്നത്. സിറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനത്തെ ഒരു വിഭാഗം ചേർന്ന് അട്ടിമറിക്കുകയാണെന്ന് വിശ്വാസി കൂട്ടായ്മ ജനറൽ കൺവീനർ ഡോക്ടർ എം പി ജോർജ് പറഞ്ഞു. അപ്പോൾ ഈ ഏകീകൃത വിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മറ്റ് രൂപതകളിലെ പോലെ നടപ്പാക്കുക, ഈ കുർബാന ക്രമത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി വിയോജനക്കുറിപ്പ് എഴുതിയ 5ഓളം വരുന്ന പിതാക്കന്മാരെ ഈ സിനഡിൽ പങ്കെടുപ്പിക്കൽ നിന്ന് ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ നേരത്തെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന ആലഞ്ചേരി പിതാവിനെതിരായിട്ടുള്ള കരിക്കൽ നീക്കിയ വ്യാജരേഖ ചമയ്ക്കുവാൻ വേണ്ടി തന്ത്രം പണിഞ്ഞ 3 പിതാക്കന്മാരുണ്ട്. അതായത് ഒന്ന് കുര്യാക്കോസ് ഭരണികുളങ്ങര, രണ്ടാമത് സെബാസ്റ്റ്യൻ എടയന്തരത്ത്, പിന്നെ ജോസ് പുത്തൻ വീട്ടിൽ എന്ന് പറഞ്ഞ 3 പിതാക്കന്മാരെയും ഈ പരിശുദ്ധ സിനഡിൽ പങ്കെടുപ്പിക്കരുതെന്നാണ് ഈ സമരസമിതി ആവശ്യപ്പെടുന്നത്. നഗരസഭകൾക്ക് 137 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധനകമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റാണ് അനുവദിച്ചത്. അർബൻ ഹെൽത്ത് സെന്ററുകൾക്കായി ഇത് വിനിയോഗിക്കാം. ഈ വർഷം ഇതുവരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചത് 5815 കോടി രൂപയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു. രാവിലെ 6:18-നും 7:45-നും ഇടയിലായിരുന്നു മുഹൂർത്തം. ചിങ്ങമാസത്തിലെ ആദ്യ ഞായറായതിനാൽ നിരവധി വിവാഹങ്ങളും ഭക്തജന തിരക്കും അനുഭവപ്പെട്ടു. ശബരിമല സന്നിധാനത്ത് പുതിയ കുളത്തിനുള്ള സ്ഥാനനിർണയം പൂർത്തിയായി. വലിയ നടപ്പന്തലിന് സമീപത്തായി വടക്കുകിഴക്ക് ഭാഗത്ത് മീനം രാശിയിലാണ് പുതിയ കുളം നിർമ്മിക്കുന്നത്. അടുത്ത മണ്ഡലകാലത്തിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. നിലവിലെ ഭസ്മക്കുളം ശരിയായ സ്ഥാനത്തല്ലെന്ന് വാസ്തുവിദ്യാ വിദഗ്ധൻ കെ മുരളീധരനും പ്രതികരിച്ചു. കൊല്ലം പുനലൂരിൽ പരിഭ്രാന്തി പരത്തി വിരണ്ടോടിയ കാള. പിക്കപ്പ് വാനിൽ കൊണ്ട് വന്ന 2 കാളകളിൽ ഒന്നാണ് വിരണ്ടോടിയത്. റോഡിലൂടെ നടക്കുകയായിരുന്ന വിദ്യാർത്ഥിയെ ആക്രമിച്ച കാള നിർത്തിയിട്ടിരുന്ന കാർ തകർത്തു. വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഐശ്വര്യത്തിന്റെ പൊന്നിൻ ചിങ്ങം പിറന്നതോടെ വടക്കൻ കേരളത്തിൽ കർക്കിടക തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാനാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകളിലെത്തുന്നത്. സ്വരൂപത്തിന്റെ ആസ്ഥാനമായ മടിയൻകൂലോത്ത് ആടിമാസ തെയ്യങ്ങൾ സംഗമിച്ച് ക്ഷേത്രനടയിൽ ആടിയ ശേഷമാണ് തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെട്ടത്.
ആടി, വേടൻ, ഗളിഞ്ചൻ എന്നീ കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരത്തിന് സമാപനം കുറിച്ചാണ് കാസർഗോഡ് കർക്കിടക സംക്രമ ചടങ്ങ് നടന്നത്. മറ്റ് തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ്. ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിനു പകരം കുട്ടിത്തെയ്യങ്ങൾ ഓരോ വീടുകളിലും കയറിയിറങ്ങും. പാർവതിയും പരമേശ്വരനും ആയിട്ടാണ് കുട്ടിത്തെയ്യങ്ങൾ അരങ്ങേറുന്നത്. ആടി എന്ന പാർവതി വേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടികളും വേടൻ എന്ന ശിവവേഷം കെട്ടുന്നത് മലയൻ സമുദായത്തിലെ കുട്ടികളുമാണ്. നൽകത്തായ സമുദായത്തിലെ കുട്ടികളാണ് ഗളിഞ്ചൻ തെയ്യം കെട്ടുന്നത്. എങ്കിലും നമ്മുടെ ഈ കൂലോത്തിൻ്റെ പണ്ട് കാലത്തിലെ ആചാരപരമായിട്ട് മടിയൻ കൂലോത്ത് 3 ദൈവങ്ങളും ആടിക്കുന്നത് ഈ സംക്രമ ദിവസങ്ങളിലാണ്. ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെയും ഏവരുടെയും ദുരിതങ്ങളും ഇതിലൊക്കെ മാറി ജനങ്ങൾക്ക് നല്ലത് വരുവാൻ വേണ്ടി പുതിയ ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെയ്യം കൊണ്ടാടുന്നത്. കോലധാരികളുടെ വീടുകളിൽ നിന്നും തെയ്യത്തിന്റെ ആടയാഭരണങ്ങളും വേഷങ്ങളും അണിഞ്ഞ ശേഷമാണ് 3 കുട്ടിത്തെയ്യങ്ങളും മടിയൻകൂലം ക്ഷേത്രനടയിൽ എത്തുന്നത്. ക്ഷേത്രനടയിലെത്തിയ തെയ്യങ്ങളെ തിരിതെളിയിച്ചു വെച്ച് വരവേൽക്കും. തെയ്യങ്ങൾ ഭണ്ഡാരക്കാഴ്ച കണ്ട് മഞ്ഞക്കുറി തൊട്ട് അധികാരികളുടെ അനുവാദം ചോദിച്ച ശേഷം ക്ഷേത്രനടയിൽ ചുവടുകൾ വെക്കും. തെയ്യം കലാകാരന്മാർക്ക് ഉപജീവനമാർഗം ഇല്ലാത്ത കർക്കിടകത്തിൽ ദാരിദ്ര്യം അകറ്റാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു പണ്ടുകാലത്ത് കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരം. ഇനി അടുത്ത വർഷത്തെ കർക്കിടക മാസത്തിൽ തിരികെ എത്താമെന്ന് ഉപചാരം ചൊല്ലി ഗ്രാമവീഥികളിൽ നിന്ന് ആടിമാസ തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്. ദി ന്യൂ ഇന്ത്യൻ ടൈംസ് സൗത്ത് ഇന്ത്യൻ മീഡിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ന്യൂസ് 18 കേരളത്തിന് 4 പുരസ്കാരങ്ങൾ. ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പാണ് മികച്ച വാർത്താ അവതാരക. മികച്ച ക്രൈം റിപ്പോർട്ടർ വിഭാഗത്തിൽ അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിനാണ് പുരസ്കാരം. സീനിയർ റിപ്പോർട്ടർ നവമി ദിനേശിനെ മികച്ച എന്റർടൈൻമെന്റ് റിപ്പോർട്ടറായും ക്യാമറാമാൻ ശ്യാംലാൽ കേസിനെ മികച്ച ക്യാമറാമാനായും തെരഞ്ഞെടുത്തു. ബംഗളൂരുവിലെ പാലസ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാര പ്രഖ്യാപനം. കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ മാധ്യമപ്രവർത്തകരെയാണ് അവാർഡിനായി പരിഗണിച്ചത്.